നമസ്കാരം. നമ്മൾ വേവ് ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലമാണ് അടുത്തായി ചെയ്യാൻ പോകുന്നത്. വേവ് ഇക്വേഷൻ്റെ പ്രോബ്ലം ഇങ്ങനെയാണ് വരുന്നത്. A transversely vibrating string of length A is stretched between 2 points A and B. The initial displacement at each point of the string is 0 and the initial velocity at a distance x from A is kx into A minus x. Find the form of the string at any subsequent time. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഒരു വേവ് ഇക്വേഷൻ്റെ പ്രോബ്ലം ആണെന്നുള്ളത് നമുക്കിവിടെ നിന്ന് കിട്ടും. വൈബ്രേറ്റിംഗ് സ്ട്രിങ് ആണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ട്രാൻസ്വേഴ്സ്ലി വൈബ്രേറ്റിംഗ് സ്ട്രിങ് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്, എന്നിട്ടത് ഇത് ചെയ്യാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേവ് ഇക്വേഷൻ ആണ് എന്നുള്ളത് ഷുവറാണ്. ഇനി നമുക്കുള്ളത് എന്തൊക്കെയാണ്? നമ്മൾക്ക് വേവ് ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? ഒരു വേവ് ഇക്വേഷൻ എഴുതണം. വേവ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വേവ് ഇക്വേഷൻ എഴുതണം. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/c സ്ക്വയർ ഇൻറ്റു 1/c സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. ഇതാണ് വേവ് ഇക്വേഷൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എഴുതേണ്ടത് വേവ് ഇക്വേഷനും അതിൻ്റെ സൊല്യൂഷനുമാണ്. പ്ലസ് അതിൻ്റെ സൊല്യൂഷൻ എഴുതണം. പിന്നെ നമുക്ക് കുറച്ച് ഇനീഷ്യൽ കണ്ടീഷൻസുകളുണ്ട്. ആ ഇനീഷ്യൽ കണ്ടീഷൻസും അതുപോലെ തന്നെ ബൗണ്ടറി കണ്ടീഷൻസും അത് നമ്മൾ എഴുതിയിട്ട് അത് ഈ സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആ സൊല്യൂഷനിൽ ഇനീഷ്യൽ കണ്ടീഷൻസും ബൗണ്ടറി കണ്ടീഷൻസും ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്, ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് സൊല്യൂഷനെ നമ്മൾ ഒരു ഫുൾ ഇക്വേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുൾ ഇക്വേഷൻ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് പറയാം. നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഉണ്ട് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ഈച്ച് പോയിൻ്റ് ഓഫ് ദി സ്ട്രിങ്. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ഈച്ച് പോയിൻ്റ് ഓഫ് ദി സ്ട്രിങ് ഈസ് 0. ആദ്യത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ആൻഡ് ദ ഇനീഷ്യൽ വെലോസിറ്റി അറ്റ് എ പോയിൻറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ ഈസ് kx into a minus x. സോ ഇവിടെ മാത്രമല്ല ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ആ 2 പോയിൻറ്റ്സ് ഫിക്സഡ് ആണ്. സോ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നതും നമുക്ക് എഴുതാൻ പറ്റും, ഇവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻസ് എഴുതാൻ പറ്റും. സോ ആദ്യം തന്നെ നമ്മൾ എഴുതുന്നത് ബൗണ്ടറി കണ്ടീഷൻസും ഇനീഷ്യൽ കണ്ടീഷൻസും ആണ്. സോ ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻസ് ഏതാണ്? ബൗണ്ടറി കണ്ടീഷൻസുകൾ പറയുന്നത് നമ്മളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എ ആൻഡ് ബി. എയിലും ബിയിലും സ്ട്രെച്ച് ചെയ്തേക്കാണ്. സോ ആ 2 പോയിൻറ്റ്സ് ഫിക്സഡ് ആണ് അല്ലേ? ആ 2 പോയിൻറ്റ്സ് ഫിക്സഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. സോ എൻഡ് പോയിൻറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എ ആണ്. സ്ട്രിങ് എന്ന് പറയുന്നത് ലെങ്ത്ത് എ ഉള്ളൊരു സ്ട്രിങ് ആണ്. അപ്പോൾ 0 മുതൽ എ വരെയാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. സോ ഈ 2 പോയിൻറ്റ്സിലും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, കാരണം എയും ബിയും ഫിക്സ്ഡ് ആണ്. സോ ദിസ് ഇസ് ദ പോയിൻറ്റ് ക്യാപിറ്റൽ എ ആൻഡ് ദിസ് ഇസ് ദ പോയിൻറ്റ് ക്യാപിറ്റൽ ബി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് യു ഓഫ് 0t അറ്റ് ദ പോയിൻറ്റ് എക്സ് ഈക്വൽ ടു 0യിലും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. യു ഓഫ് എ ടി അറ്റ് ദ പോയിൻറ്റ് എ, അവിടെയും ഇത് 0 ആണ്. കാരണം എന്താണ്? നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആ സ്ട്രിങ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കാണ് 0യും അതുപോലെ എയും. ദിസ് ഈസ് പോയിൻറ്റ് എ ആൻഡ് ദിസ് ഇസ് പോയിൻറ്റ് ക്യാപിറ്റൽ ബി. എന്നിട്ട് അതിനെ സ്ട്രെച്ച് ചെയ്തേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പോയിൻറ്റ്സുകളെ നമുക്ക് അവിടെ മൂവ് ചെയ്യുള്ളൂ. ഈ 2 പോയിൻറ്റ്സും ഫിക്സ്ഡ് ആയിരിക്കും. ഫിക്സ്ഡ് ആയത് കാരണം അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല. നമുക്കൊരു വേവ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ നമ്മൾ ചെയ്താൽ യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എന്ന് പറയുന്ന രീതിയിലല്ലേ എഴുതുന്നത്. ആൻഡ് യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ആ പോയിൻറ്റ്സിലെ ഡിസ്പ്ലേസ്മെൻറ്റുകൾ 0 ആയിരിക്കും. ഏതൊക്കെ പോയിൻറ്റ്സിലെ? എ എന്ന് പറയുന്ന പോയിൻറ്റിലെയും ബി എന്ന് പറയുന്ന പോയിൻറ്റ്. സോ വി ക്യാൻ സേ ദ ഫസ്റ്റ് കണ്ടീഷൻ ആസ് യു ഓഫ് 0t ഈക്വൽ ടു 0 ആൻഡ് യു ഓഫ് എ ടി ഈക്വൽ ടു 0. ദീസ് ആർ ദി ബൗണ്ടറി കണ്ടീഷൻസ്. നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ് നമുക്ക് നോക്കുന്നത്. ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്. അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്, അവിടുത്തെ ഡിസ്റ്റൻസ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? kx ഇൻറ്റു എ മൈനസ് എക്സ്. സോ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് യു ഓഫ് എക്സ് ടി ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? ഡോ യു ബൈ ഡോ ടി ആണ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഡോ യു ബൈ ഡോ ടി ആണ് നമുക്കിവിടെ തന്നേക്കുന്നത്. അതെന്താണെന്നാണ് തന്നേക്കുന്നത്?
അറ്റ് എ പോയിൻറ്റ് അറ്റ് എ പോയിൻറ്റ് എക്സ് ഇതാണ് നമുക്ക് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് തന്നേക്കുന്നത് ഇതാണ്. മാത്രമല്ല അത് ഇനീഷ്യൽ വെലോസിറ്റി ആയത് കാരണം ടൈം ടി എന്തായിരിക്കും, ടൈം ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇനീഷ്യൽ കണ്ടീഷൻ ഇതാണ് യു ഓഫ് എക്സ് 0 അല്ല ഡോ യു ബൈ ഡോ ടി അറ്റ് ദ പോയിൻറ്റ് x0 ദാറ്റ് ഈസ് അറ്റ് ടി ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം, ഇങ്ങനെ എഴുതാനില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എഴുതാനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് അറ്റ് ടി ഈക്വൽ ടു 0 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കെ എക്സ് ഇൻറ്റു എ മൈനസ് എക്സ് ആണ്. ഇങ്ങനെ നമുക്ക് എഴുതാം ഡോ യു ബൈ ഡോ ടി അറ്റ് ടി ഈക്വൽ ടു 0 ഈസ് കെ എക്സ് ഇൻറ്റു എ മൈനസ് എക്സ്. ആൻഡ് വാട്ട് ഈസ് ദ ലാസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ ഗിവൺ? നമ്മുടെ അടുത്ത് വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇനീഷ്യൽ നമുക്ക് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെന്നും തന്നിട്ടുണ്ട് അല്ലേ. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 അറ്റ് ഈച്ച് പോയിൻറ്റ്സ് ഇസ് 0. സോ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് അതാണ് അടുത്തത് തന്നിരിക്കുന്നത്. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടുന്നത് യു ഓഫ് എക്സ് 0 അല്ലേ. ഇനീഷ്യൽ എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും യു ഓഫ് എക്സ് 0 ഈക്വൽ ടു 0. സോ ഫോർത്ത് കണ്ടീഷൻ എന്താണ്? നമ്മുടെ ലാസ്റ്റ് കണ്ടീഷൻ ഈസ് യു ഓഫ് എക്സ് 0 ഈക്വൽ ടു 0. ഇതാണ് ലാസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഈ 4 കണ്ടീഷൻസുകളും നമ്മളിനി എന്ത് ചെയ്യും? നമ്മുടെ സൊല്യൂഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സൊല്യൂഷൻ എന്താണ്? വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ? വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു C1 cos px പ്ലസ് C2 sin px ഇൻറ്റു എന്ത് വരും? C3 ഇൻറ്റു C3 cos CPT, C3 cos CPT പ്ലസ് C4 sin CPT. ഓക്കെ, ഇതിൽ ഓരോ കണ്ടീഷൻസായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സൊല്യൂഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ, ഫോർത്ത് കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മളിവിടുത്തെ കോൺസ്റ്റൻസുകൾ ഏതൊക്കെയാണ്? C1, C2, C3, C4, P. ഇതിനൊക്കെ ഏതെങ്കിലുമൊക്കെ വാല്യൂസുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ C1 ഇൻറ്റു C3 കൊടുക്കാൻ പറ്റും, C1 ഇൻറ്റു C4 കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ C2 കൊടുക്കാൻ പറ്റും, C2 ഇൻറ്റു C3 കൊടുക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഓരോ കോൺസ്റ്റൻസുകൾ, നമുക്ക് ഇവിടെയുള്ള കോൺസ്റ്റൻസുകളൊക്കെ ഇതാണ്. ഈ കോൺസ്റ്റൻസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂസുകൾ കൊടുക്കാൻ സാധിക്കും. സോ നമ്മുടെ സൊല്യൂഷൻ ഇതാണ്, ദാറ്റ് ഈസ് ഓഫ് എക്സ് ടി ഇതാണ്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? ഓരോ കണ്ടീഷൻസ്, ഫസ്റ്റ് കണ്ടീഷൻ ബൗണ്ടറി കണ്ടീഷൻ ഇതാണ് യു ഓഫ് 0 ടി ഈക്വൽ ടു 0. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സിൻ്റെ വാല്യൂ 0, ടിയുടെ വാല്യൂ ടി, യുവിൻ്റെ വാല്യൂ 0. സോ ദിസ് ഇക്വേഷൻ നമ്പർ 1 വിൽ ബിക്കം, ഇതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു എഴുതുക. സോ 1 ഇംപ്ലൈസ് 1 എന്തായിട്ട് മാറും? യു ഓഫ് എക്സ് ടി, യുവിൻ്റെ വാല്യൂ എന്താണ്? ഈക്വൽ ടുവിൻ്റെ പുറത്തുള്ളതാണ് യുവിൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് 0 ഈക്വൽ ടു C1 cos P into 0 plus C2 sin P into 0 into C3 cos CPT. അതിന് വ്യത്യാസമൊന്നുമില്ല, കാരണം ടിയുടെ വാല്യൂ ടി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. C3 cos CPT പ്ലസ് C4 sin CPT അങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ദിസ് വിൽ ബിക്കം കോസ് പി ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 വരും. സോ ദിസ് വിൽ ബിക്കം, ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 0 വരും. സോ കോസ് 0 എന്ന് പറയുന്നത് എന്ത് വരും? 1 വരും അല്ലേ. അതുപോലെ സൈൻ പി ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 വരും. സോ സൈൻ 0 എന്ന് പറയുന്നത് എന്ത് വരും? 0 വരും. സോ ദിസ് വിൽ ബിക്കം C1 ഇൻറ്റു C3 കോസ് CPT പ്ലസ് C4 സൈൻ CPT. ഓക്കെ, സോ ഇതാണ് നമ്മൾക്ക് ഇക്വേഷൻ 1-ൽ നിന്ന് നമ്മൾ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ബൗണ്ടറി കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത്, ദാറ്റ് ഈസ് C1 ഇൻറ്റു C3 കോസ് CPT പ്ലസ് C4 സൈൻ CPT. കാരണം നമുക്ക് എന്ത് കിട്ടി? ഇത് 0 ആണെന്ന് കിട്ടി. പക്ഷേ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മുടെ ടേം എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 0. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്ത് വരും? 0 വരും അല്ലേ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വി ക്യാൻ റൈറ്റ് ദിസ് ആസ് 0 ഈക്വൽ ടു C1 ഇൻറ്റു എന്ന് പറഞ്ഞു വരും നമുക്ക്. പക്ഷേ ഇതിൽ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ടേംസ് ഒന്നും തന്നെ 0 ആവില്ല. കാരണം ഇത് 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഈ ടേം മൊത്തത്തിൽ 0 ആവും. അപ്പോൾ ഇത് 0 ആയി കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ഫൈനൽ ആൻസർ? യു ഓഫ് എക്സ് ടി.
യു ഓഫ് എക്സ് ടി മൊത്തത്തിൽ 0 ആകും. അപ്പോൾ അത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബ്രാക്കറ്റിലുള്ള ടേംസ് 0 ആക്കില്ല. പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? C1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. സോ വി ഗോട്ട് C1 ഈക്വൽ ടു 0 യൂസിങ് ദി ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. ആൻഡ് സോ വാട്ട് വിൽ ക്യാൻ ബി റീറൈറ്റ് ആസ് ഫോർ 1 എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് റീറൈറ്റ് ചെയ്യാൻ പറ്റും? 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഇപ്പോൾ എന്തായിട്ട് മാറും? യു ഓഫ് എക്സ് ടി ഈക്വൽ ടു യു ഓഫ് എക്സ് ടി ഈക്വൽ ടു C1 0 ആണ്. സോ ഈ ടേം ഉണ്ടാവില്ല, ഫസ്റ്റ് ടേം ഉണ്ടാവില്ല, C1 0 ആയിട്ട് കിട്ടും. സോ യു വിൽ ഗെറ്റ് C2 സൈൻ പി എക്സ് ഇൻറ്റു C3 കോസ് സി പി ടി പ്ലസ് C4 സൈൻ സി പി ടി. ഇങ്ങനെയായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യും, ഒരു കോൺസ്റ്റൻറ്റ് കുറഞ്ഞ് കിട്ടും. സോ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ടേം ഉണ്ടാവില്ല. അപ്പോൾ സൊല്യൂഷൻ കുറച്ചുകൂടിയും ചെറുതായി, സോ ഈ ടേം എന്ന് പറയുന്നത് ഉണ്ടാവില്ല, കുറച്ചുകൂടിയും ചെറുതായിട്ട് മാറും. സോ ദിസ് ടേം വിൽ ബിക്കം C2 സൈൻ പി എക്സ് ഇൻറ്റു C3 കോസ് സി പി ടി പ്ലസ് C4 സൈൻ സി പി ടി ആയിട്ട് മാറും. ഇനി അടുത്തത് നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ ഉണ്ട് അല്ലേ, സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? യു ഓഫ് എ ടി ഈക്വൽ ടു 0, യു ഓഫ് എ ടി ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഇക്വേഷൻ ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എ കൊടുക്കണം. എക്സ് വിൽ ബിക്കം എ, ടി വിൽ ബിക്കം ടി, യു വിൽ ബിക്കം 0. സോ ഇക്വേഷൻ നമ്പർ 2 എന്തായിട്ട് മാറും? Equation number 2 will become 0 equal to C2 cos AX, sorry cos അല്ല sin ആണ്, C2 sin AX sin PX എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് sin AP, PAX അല്ല sin P ഇൻറ്റു എക്സ് ആയിട്ട് മാറും. സോ sin AP എന്ന് പറഞ്ഞ് ഞാൻ എഴുതാണ് ഇൻറ്റു C3 cos CPT, അത് വീണ്ടും ഇതേപോലെ തന്നെ ബ്രാക്കറ്റ് അങ്ങനെ തന്നെ എഴുതാം, പ്ലസ് C4 sin സി പി ടി. കാരണം ടിയുടെ വാല്യൂ ടി ആയിട്ട് തന്നെയാണ് നമുക്ക്. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഈ ബ്രാക്കറ്റിലുള്ള ടേം 0 ആവില്ല, കാരണം ബ്രാക്കറ്റിലുള്ള ടേം 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊല്യൂഷൻ മൊത്തത്തിൽ 0 ആവും. സോ ഈ ബ്രാക്കറ്റിലുള്ള ടേം 0 ആവില്ല. സോ ബ്രാക്കറ്റിൽ 0 ആവാനുള്ള ചാൻസ് ഇല്ല. സോ ബ്രാക്കറ്റ് വിൽ നോട്ട് ബിക്കം 0. ഈ ടേംസ് 0 ആവില്ല, ഇത് 0 ആവാൻ വഴിയില്ല. പിന്നെ 0 ആവാനുള്ളത് എന്താണ്? C2 അല്ലെങ്കിൽ സൈൻ എ പി. C2 കൂടി 0 ആവാൻ പറ്റില്ല, കാരണം നമ്മളിവിടെ ഓൾറെഡി C1 0 ആയി. ഇനി C2 കൂടി 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ C1ഉം C2 ഇല്ലാത്ത ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ള രണ്ട് ടേംസും 0 ആവും അല്ലേ. ഈ ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ള ടേംസ് എല്ലാം 0 ആവും. സോ സൊല്യൂഷനും 0 ആവും. സോ C2ഉം 0 ആവാൻ പറ്റില്ല. പിന്നെ നമുക്ക് 0 ആവാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് സൈൻ എ പി ആണ്. സോ സൈൻ എ പി ആണ് ഇവിടെ എന്താവുന്നത്? 0 ആവുന്നത്. സോ സൈൻ എ പി 0 ആണെങ്കിൽ 0 ഈക്വൽ ടു സൈൻ എ പി എന്ന് പറഞ്ഞു കിട്ടും അല്ലേ, സൈൻ എ പി. സോ സൈൻ എ പി 0 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 0 യൂസിങ് സൈൻ വാല്യൂ? സൈൻ എൻ പൈ ആണ് 0 ആവുക അല്ലേ, സൈൻ എൻ പൈ ആണ് എപ്പോഴും 0 ആവുന്നത്. സോ സൈൻ എ പിയും സൈൻ എൻ പൈയും ആണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക. നമുക്ക് +2 പൈ ആഡ് ചെയ്യാനുണ്ട്, പക്ഷേ എന്നാൽ പോലും നമ്മൾ ബേസിക് വാല്യൂ എന്ന് പറയുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എ പി ഈക്വൽ ടു എ ഇൻറ്റു പി ഈക്വൽ ടു എൻ ഇൻറ്റു പൈ, വെർ എൻ ക്യാൻ ടേക്ക് ദ വാല്യൂസ് 1, 2, 3 etc. What can you say about P then? What can you say about P? നമുക്കിവിടെ എ എന്ന് പറയുന്നത് അൺനോൺ അല്ല, എ എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ആണ് നമുക്കറിയാം. എന്നിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുന്ന നമ്പേഴ്സ് ആണെന്നുള്ളത് നമുക്കറിയാം. പൈ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. സോ ഓൺലി വേരിയബിൾ ഈസ് പി ആൻഡ് പി ക്യാൻ ബി റിട്ടൺ ആസ് എൻ പൈ ബൈ എ. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് പി. സോ ഈ ഇക്വേഷനിൽ നമ്മുടെ യു ഓഫ് എക്സ് ടിയിൽ നമ്മുടെ 2 എന്ന് പറയുന്ന ഇക്വേഷൻ ഇപ്പോൾ എന്തായിട്ട് മാറും? 2 എന്ന് പറയുന്ന ഇക്വേഷനിൽ പിയുടെ വേരിയബിൾ നമ്മൾ കണ്ടുപിടിച്ചു. പിയുടെ വേരിയബിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ വേരിയബിൾ ബിക്കം ദ ഇക്വേഷൻ 2 വിൽ ബിക്കം യു ഓഫ് എക്സ് ടി ഈക്വൽ ടു യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എന്ത് വരും? C2 സൈൻ പി എക്സ്, C2 ഇൻറ്റു സൈൻ പിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത് സൈൻ പി എക്സ്, ദാറ്റ് ഈസ് എൻ പൈ ബൈ എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ബ്രാക്കറ്റിനുള്ളിൽ എന്തുണ്ട്? C3 കോസ് സി പി ടി, സി പി ടി എന്ന് പറയുന്നത് സി എൻ പൈ ബൈ എ ഇൻറ്റു ടി പ്ലസ് C4 സൈൻ സി പി ടി, C4 സൈൻ സി എൻ പൈ ടി
ബൈ എ എന്ന് പറഞ്ഞു വരും. സോ ദിസ് ഇസ് ദി ഇക്വേഷൻ. ഇങ്ങനെ നമ്മൾ കുറച്ചുകൂടി റെഡ്യൂസ് ചെയ്തു. നമുക്ക് C1ഉം C2 C3 C4 P എന്ന് പറയുന്ന വേരിയബിൾസ് ഉണ്ട്. അതിൽ C1 ഇല്ല, പിയുടെ വേരിയബിൾസ് കണ്ടുപിടിച്ച് നമുക്ക് സൊല്യൂഷൻ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ട് കിട്ടി. ഇനി അടുത്തത് എന്ത് ചെയ്യണം, നമുക്കിനി ഈ ഇക്വേഷനിൽ നമ്മുടെ ഇവിടുത്തെ ഫങ്ഷൻസുകളുടെ ഈ പിയുടെ വാല്യൂ ഒക്കെ നമുക്ക് നേരത്തെ കിട്ടി. പിയുടെ വാല്യൂ ഒക്കെ നമുക്കിവിടെ കിട്ടി. ഈ പിയുടെ വാല്യൂ കിട്ടി, ഈ പിയുടെ വാല്യൂ കിട്ടി, ഈ പിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻ കുറച്ചും കൂടി റിഫൈൻഡ് ആയി അല്ലേ. ഈ ഫസ്റ്റ് ഇക്വേഷൻ ഇപ്പോൾ എന്തായിട്ട് മാറി, ഈ ഒരു ഇക്വേഷനായിട്ട് മാറി. ഇനി ഈ ഇക്വേഷനിൽ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞ് എഴുതാം. ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത കണ്ടീഷൻസ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ടുള്ള ഇതുമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. യു ഓഫ് 0t ഈക്വൽ ടു 0യും യു ഓഫ് at ഈക്വൽ ടു 0യാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട്, അതായത് സൊല്യൂഷനായിട്ട് ഇപ്പോൾ നമ്മൾക്ക് വീണ്ടും റെഡ്യൂസ് ചെയ്ത് കിട്ടിയേക്കുന്നത് ഇങ്ങനെയാണ്. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു C2 സൈൻ എൻ പൈ ബൈ എ ഇൻറ്റു എക്സ് ഇൻറ്റു C3 കോസ് CN പൈ ബൈ എ ഇൻറ്റു ടി പ്ലസ് C4 സൈൻ CN പൈ ബൈ എ ഇൻറ്റു ടി. ഇവിടെ നമ്മൾ എഴുതിയിരുന്നു എന്നിൻ്റെ വാല്യൂസുകൾ. ദിസ് വാസ് ഇക്വേഷൻ നമ്പർ 3. എന്നിൻ്റെ വാല്യൂസുകൾ എവിടെ മുതൽ എങ്ങനെയായിരുന്നു പോയിരുന്നത്, 1 2 3 എന്ന് പറയുന്ന രീതിയിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ n ഈക്വൽ ടു 1 ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് n ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഒരെണ്ണം കിട്ടും, n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ കിട്ടും, n ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ കിട്ടും. സോ നമ്മൾ എല്ലാ ഇക്വേഷൻസിനെയും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതെല്ലാം കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് ഇതുപോലെ മാറും. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എല്ലാ സൊല്യൂഷൻസ് ഓഫ് n, ദാറ്റ് മീൻസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. അങ്ങനെ എല്ലാ സൊല്യൂഷൻസുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരൊറ്റ സൊല്യൂഷൻ എഴുതും. അവിടുത്തെ ഒരു സൊല്യൂഷൻസുകളിൽ നമുക്ക് എന്നിൻ്റെ വാല്യൂസാണ് എഴുതുന്നത്. ഇത് ഞാൻ ലാസ്റ്റ് എഴുതുകയാണ്. സൈൻ n പൈ എക്സ് ബൈ എ എന്ന് പറയുന്ന വാല്യൂ ഞാൻ ലാസ്റ്റ് എഴുതുന്നു. ഒന്നുമില്ല, നമുക്ക് എഴുതാനുള്ള എളുപ്പത്തിനാണ് മാത്രമല്ല. അപ്പോൾ ഈ ടേം ലാസ്റ്റാണ്. പിന്നെ ബാക്കിയുള്ളത് C3 കോസ് CN പൈ ബൈ എ ഇൻറ്റു ടി പ്ലസ് C4 കോസ് സൈൻ CN പൈ ബൈ എ ഇൻറ്റു ടി എന്നാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു C2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്, C2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊടുക്കും. സോ C2 ഇൻറ്റു C3 ഓരോ കോൺസ്റ്റൻസുകൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. n ഈക്വൽ ടു 1 വരുമ്പോൾ C2 ഇൻറ്റു C3 വരും, n ഈക്വൽ അതുപോലെ C2 ഇൻറ്റു C4 വരും, n ഈക്വൽ ടു 2 വരുമ്പോഴും ഈ C2 ഇൻറ്റു C3 വരും, n2 വരുമ്പോൾ C2 ഇൻറ്റു C4 വരും. അപ്പോൾ എല്ലാ കോൺസ്റ്റൻസുകളെയും ഞാൻ ഒരൊറ്റ കോൺസ്റ്റൻ്റ് ആക്കി എഴുതുകയാണ്. സോ കോൺസ്റ്റൻറ്റ് ഇതാണ് an എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ കോൺസ്റ്റൻ്റ് എഴുതുന്നത്. an ഇൻറ്റു കോസ് CN പൈ ബൈ എ ഇൻറ്റു ടി പ്ലസ് C4ൻ്റെ സ്ഥാനത്ത് ഞാൻ BN സൈൻ CN പൈ ബൈ എ ഇൻറ്റു ടി എന്ന് പറഞ്ഞ് എഴുതും. പിന്നെ നമ്മൾക്ക് ബാക്കിൽ വെച്ച സാധനം ദാറ്റ് ഈസ് സൈൻ n പൈ ബൈ എ ഇൻറ്റു എക്സ് എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ എഴുതുന്നത്. സോ ദിസ് വിൽ ബി ഇക്വേഷൻ നമ്പർ 4. ഞാൻ എല്ലാ സൊല്യൂഷൻസിനും കൂടിയും ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാ സൊല്യൂഷൻസും കൂടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. സോ യു ഓഫ് എക്സ് ടി ഈക്വൽ ടു നമുക്കൊരു സീരീസ് എന്ന് പറയുന്ന രീതിയിൽ എഴുതാം. ബിക്കോസ് ദിസ് വിൽ ബി ദ ജനറൽ സൊല്യൂഷൻ കറസ്പോണ്ടിങ് ടു ഈച്ച് n വാല്യൂസ് വി ഹാവ് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ആൻഡ് വി ക്യാൻ റൈറ്റ് ദ ജനറൽ സൊല്യൂഷൻ. സോ ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, വേവ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനാണ് നമുക്ക് തന്നേക്കുന്ന പ്രോബ്ലത്തിൻ്റെ ജനറൽ സൊല്യൂഷനാണ് ഇപ്പോൾ നമ്മൾ എഴുതിയേക്കുന്ന എല്ലാ n വാല്യൂസുകളും കൂടിയിട്ട്. സോ ഇനി ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത കണ്ടീഷൻ എഴുതാൻ പോകുന്നത്. വാട്ട് വാസ് ദ തേർഡ് കണ്ടീഷൻ വി ഹാഡ്? തേർഡ് ബൗണ്ടറി കണ്ടീഷൻസ്, ബൗണ്ടറി കണ്ടീഷൻ രണ്ടും കഴിഞ്ഞ് തേർഡ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ എടുക്കുന്നത് യു ഓഫ് x0 ഈക്വൽ ടു 0 ആണ്. ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആയിരുന്നു തേർഡ് കണ്ടീഷൻ, ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ ടി അറ്റ് ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ തേർഡ് കണ്ടീഷൻ. പക്ഷെ ഞാനിപ്പോൾ അതെടുക്കുന്നില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് അതെടുക്കാതെ ഞാൻ ഈ കണ്ടീഷനാണ് എടുക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ഈക്വൽ ടു 0 വരുന്ന കണ്ടീഷൻസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ കുറേ കോൺസ്റ്റൻസുകളൊക്കെ 0. ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എടുത്തപ്പോൾ C1 0 ആയില്ലേ, അതേപോലെ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻസൊക്കെ ആദ്യം എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എന്നാലാണ് അതൊക്കെ 0 ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് യു ഓഫ് x0 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ആളാണ് ഞാൻ എടുത്തേക്കുന്നത്. സോ എന്ത് കൊടുക്കണം, എക്സിന് എക്സ് കൊടുക്കണം, ടിയുടെ വാല്യൂ ടി കൊടുക്കണം, യുവിൻ്റെ വാല്യൂ 0 കൊടുക്കണം. സോ ഇക്വേഷൻ നമ്പർ 4 ഇപ്പോൾ എന്തായിട്ട് മാറും? ഇക്വേഷൻ നമ്പർ 4 വിൽ ബിക്കം യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് എന്താവും? 0. സോ 0 ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി
എ എൻ കോസ് 0, എ എൻ കോസ് 0, ടിയുടെ വാല്യൂ 0 ആകുമ്പോൾ ഈ വാല്യൂ മൊത്തം 0 ആവും, പ്ലസ് ബി എൻ സൈൻ 0 ഇൻറ്റു സൈൻ എൻ പൈ ബൈ എ ഇൻറ്റു എക്സ്. ഇങ്ങനെയാണ്. സോ ഇവിടെ നമുക്ക് കോൺസ്റ്റൻസുകളെല്ലാം 0 ആണെന്നുള്ള രീതിയിൽ, ടേംസ് എക്സിൻ്റെ ടിയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഇങ്ങനെ കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് 0 ഇക്വേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത മാതിരി 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ സൈൻ എൻ പൈ എ ബൈ എക്സിന് 0 ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നോക്കി, യു ഓഫ് എക്സ് ടി എങ്ങനെയാണ്, സൈൻ എൻ പൈ എക്സ് ബൈ എക്ക് നമുക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫുൾ ഇക്വേഷൻ 0 ആയിട്ട് മാറും അല്ലേ. മാത്രമല്ല ഇവിടെ C2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ഇല്ല, പിന്നെ ബ്രാക്കറ്റിലുള്ള ടേംസിനാണ് 0 ആവാനുള്ള പോസിബിലിറ്റി ഉള്ളത്. സോ ഇവിടെ 0 ആവുന്നത് ഏതാണ്, സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് 0 പ്ലസ് ബി എൻ സൈൻ 0. പക്ഷേ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, സൈൻ 0 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. സോ ദിസ് വിൽ ബിക്കം 0 ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ സൈൻ cos 0 will be 0 sin n pi x by a or n pi by a into x. ഇവിടെ പിന്നെ 0 ആവുന്ന കേസ് ഏതാണ്, എ എന്നുകളാണ്. ഓരോ എ എന്നുകളും 0 ആവും, കാരണം n pi x by a 0 ആവില്ല. സോ ഓരോ എ എന്നുകളും 0 ആവും. സോ നമുക്ക് u of x t, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 5 ഓർ ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4നെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 4 എന്തായിട്ട് മാറും, u of x t ഈക്വൽ ടു ഓരോ എ എന്നുകൾ 0 ആവുമ്പോൾ സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ പൈ സി എൻ പൈ ബൈ എ ഇൻറ്റു ടി എന്ന് പറയുന്നത് 0 ആവും. സോ ഓൺലി ബി എൻ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ബി എൻ സൈൻ സി എൻ പൈ ബൈ എ ഇൻറ്റു ടി ഇൻറ്റു സൈൻ എൻ പൈ ബൈ എ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. ദിസ് വിൽ ബി നെക്സ്റ്റ് സൊല്യൂഷൻ, കുറച്ചും കൂടി റിഫൈൻ ചെയ്തിട്ടുള്ള അടുത്ത സൊല്യൂഷനാണിത്. സോ ഇങ്ങനെ ഇതാണ് നമ്മൾ പറഞ്ഞത്, ഓരോരോ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നമുക്ക് എന്താക്കാം, സൊല്യൂഷൻസിൽ നമുക്ക് കുറച്ചും കൂടി റിഫൈൻ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ആദ്യം C1 0 ആയി, സെക്കൻഡ് കണ്ടീഷൻ കൊടുത്തപ്പോൾ പിയുടെ വാല്യൂ കിട്ടി, തേർഡ് കണ്ടീഷൻ കൊടുത്തപ്പോൾ എ എന്നുകളെല്ലാം 0 ആയി. അങ്ങനെ നമുക്ക് അപ്പോൾ ഇത് 0 ആവാൻ, എ എൻ 0 ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞ മാതിരി തേർഡ് കണ്ടീഷൻ ഡോ യു ബൈ ഡോ ടി അറ്റ് ഈക്വൽ ടു 0 എടുക്കാതെ യു ഓഫ് എക്സ് 0 ഈക്വൽ ടു 0 എടുത്തത്. അപ്പോൾ കുറേ കോൺസ്റ്റൻസുകൾ നമുക്ക് 0 ആയിട്ട് കിട്ടി. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ട് നമ്മുടെ സൊല്യൂഷൻ വന്നു. സോ സൊല്യൂഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കണ്ടീഷൻ അപ്ലൈ ചെയ്യലാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇതാണ് നമുക്ക് നിൽക്കുന്നത്, യു ഓഫ് എക്സ് ടി ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ സി എൻ പൈ ബൈ എ ഇൻറ്റു ടി സൈൻ എൻ പൈ എ ബൈ എ ഇൻറ്റു എക്സ്. എ എൻ 0 ആയപ്പോൾ നമുക്കിനി ലാസ്റ്റ് കണ്ടീഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് കണ്ടീഷൻ എന്താണ്, ഡോ യു ബൈ ഡോ ടി അറ്റ് ടി ഈക്വൽ ടു 0 ഈസ് കെ എക്സ് ഇൻറ്റു എക്സ് എ മൈനസ് എക്സ്. കെ എക്സ് ഇൻറ്റു എ മൈനസ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. പക്ഷേ നമുക്ക് ഇക്വേഷൻ നമ്പർ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ദിസ് ഇസ് ഡോ യു. നമുക്ക് എന്താ വേണ്ടത്, ഡോ യു ബൈ ഡോ ടി വേണം. സോ നമ്മൾ ഡോ യു ബൈ ഡോ ടി ഇവിടെ നിന്ന് കണ്ടുപിടിക്കും. വാട്ട് ഈസ് ഡോ യു ബൈ ഡോ ടി, ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ ബി എൻ ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് സി എൻ പൈ ബൈ എ ഇൻറ്റു ടി, ഇതാണ് കോസ് സൈൻ്റെ ഡെറിവേറ്റീവ്, ഇൻറ്റു നമുക്ക് എന്ത് വരും, സി എൻ പൈ ബൈ എ ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ്. ഇവിടെ നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. സോ സി എൻ പൈ ബൈ എ ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് ഇസ് സി എൻ പൈ ബൈ എ ഇൻറ്റു എന്ത് വരും, സൈൻ എൻ പൈ ബൈ എ ഇൻറ്റു എക്സ് വരും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്, സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് cn pi by a into t, and cn pi by a into t the derivative is cn pi by a, so that will be a value, and sin n pi by a into x ൻ്റെ value sin n pi by a into x തന്നെയാണ്, കാരണം വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ ഇതിലാണ് നമ്മളിനി അടുത്ത് എന്ത് കൊടുക്കാൻ പോകുന്നത്, ഇതിന് നമുക്ക് ഒരു ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്പർ 6 നമ്മൾ എന്ത് ചെയ്യും, ഡോ യു ബൈ ഡോ ടി അറ്റ് ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യും. അതായത് ഇക്വേഷൻ നമ്പർ 6 ഇപ്പോൾ എന്തായിട്ട് മാറും, ഇക്വേഷൻ നമ്പർ 6 കെയുടെ യുടെ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഡോ യു ബൈ ഡോ ടി എന്ന് പറയുന്നത് കെ എക്സ് ഇൻറ്റു എ മൈനസ് എക്സ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിൽ ബി ദിസ് വൺ, ആൻഡ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ, ഈ കോൺസ്റ്റൻറ്റ് ഞാൻ സി എൻ പൈ ബൈ എ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ബി എൻ്റെ കൂടെ ഞാൻ എഴുതുകയാണ്. സോ ബി എൻ ഇൻറ്റു സി എൻ പൈ
ബൈ എ ഇൻറ്റു കോസ് 0 അറ്റ് ടി ഈക്വൽ ടു 0 ആണ്. സോ സി എൻ പൈ ബൈ എ ഇൻറ്റു ടി എന്ന് പറയുന്നത് സി എൻ പൈ ബൈ എ ഇൻറ്റു 0 എന്ന് പറഞ്ഞു വരും. കോസ് 0 അതായിരിക്കും വരുന്നത് ഇൻറ്റു സൈൻ എക്സിൻ്റെ വാല്യൂ എക്സ് ആയിട്ട് തന്നെ സൈൻ എൻ പൈ ബൈ എ ഇൻറ്റു എക്സ് അതായിരിക്കും നമുക്ക് ഇക്വേഷൻ നമ്പർ 6 വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ വാല്യൂ എന്ന് പറയുന്ന സൈൻ ദിസ് വാല്യൂ വിൽ ബി 0. സോ കോസ് 0 എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ദിസ് വാല്യൂ വിൽ ബിക്കം കോസ് 0. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. കോസ് 0 1 ആണ്. സോ ഇക്വേഷൻ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? കെ എക്സ് ഇൻറ്റു എ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ സി എൻ പൈ ബൈ എ കോസ് 0 1 ആണ് ഇൻറ്റു സൈൻ എൻ പൈ ബൈ എ ഇൻറ്റു എക്സ് എന്ന് പറയും. സോ നമുക്കിപ്പോൾ എന്ത് കിട്ടി? നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇക്വേഷനിൽ നോക്കിയേ, ദിസ് ഇസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ സി എൻ പൈ ബൈ എ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എ ഇൻറ്റു എക്സ്. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് എ ഹാഫ് റേഞ്ച് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ. ദിസ് ഇസ് എ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് അല്ലേ? ഇതൊരു ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആണ് നമുക്കുള്ളത്. ഹാഫ് റേഞ്ച് സീരീസൊക്കെ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് ആ ഹാഫ് റേഞ്ച് സീരീസാണ് നമുക്കിവിടെ ഉള്ളത്. ഹാഫ് റേഞ്ച് സീരീസ് ഇൻ ദ ഇൻ്റർവെൽ 0 to 0 എ എന്ന് പറയുന്ന ഇൻ്റർവെൽ. നമുക്ക് ഇവിടുത്തെ ഡിനോമിനേറ്റർ നോക്കിയാൽ മതി, എൻ പൈയുടെ ഡിനോമിനേറ്റർ നോക്കിയാൽ മതി ഏതാണ് റേഞ്ച് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് എ ഹാഫ് റേഞ്ച്, വെറും സീരീസ് അല്ല, ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആണ്. കാരണം സൈൻ്റെ ടേംസ് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് എ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ഇൻ 0 to a. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ എൻ പൈ ബൈ എ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഒരു എ എൻ സൈൻ എൻ പൈ ബൈ എ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഹാഫ് റേഞ്ച് സൈൻ സീരീസിലേക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി എൻ പൈ ഈ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഇത്രയും ഭാഗമാണ്. ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ബി എൻ ഇൻറ്റു സി എൻ പൈ ബൈ എ എന്ന് പറയുന്ന ഈ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഹാഫ് റേഞ്ച് സീരീസ് ഈക്വൽ ടു 2 ബൈ എൽ. എൽ എന്ന് പറയുന്നത് ഇവിടുത്തെ റീജിയൺ ആണ്. എവിടെ വരെയാണ് നമുക്ക് ലെങ്ത് ഉള്ളത് ഹാഫ് റേഞ്ചിൻ്റെ? ഇവിടെ 2 ബൈ എ വരും. അപ്പോൾ 2 ബൈ എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ ബൈ എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞത്. സോ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എഫ് ഓഫ് എക്സ് വിൽ ബിക്കം ഇവിടുത്തെ ഇതല്ലേ എഫ് ഓഫ് എക്സ്. സോ കെ എക്സ് ഇൻറ്റു എ മൈനസ് എക്സ് എന്ന് പറഞ്ഞു വരും. സോ കെ എക്സ് ഇൻറ്റു എ മൈനസ് എക്സ്. നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2k ബൈ എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എക്സ് മൈനസ് ഓർ എ എക്സ് മൈനസ് ax minus x square into sin n pi by a into x എന്ന് പറഞ്ഞു വരും dx. സോ ഇവിടെ dx എഴുതാൻ മറന്നുപോയി, ഇൻറ്റു dx എന്ന് പറഞ്ഞു വരും. സോ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് എ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് എ പോളിനോമിയൽ. സോ വി ക്യാൻ റൈറ്റ് ബെർണോളീസ് ലോ എങ്ങനെയാണ്? ബെർണോളീസ് ലോ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റ് നമുക്ക് നമുക്ക് യു വി എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു യു വി 1 മൈനസ് യു ഡാഷ് വി 2 പ്ലസ് യു ഡബിൾ ഡാഷ് വി 3 മൈനസ് യു ട്രിപ്പിൾ ഡാഷ് വി 4 എന്ന് പറഞ്ഞു പോകും, എക്സെട്ര. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവുകൾ നമ്മൾ എടുത്തുകൊണ്ട് പോകണം, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ എടുത്തുകൊണ്ട് പോകണം, എന്നിട്ട് അതിനെ പ്രൊഡക്റ്റായിട്ട് എഴുതി ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അതാണ് നമുക്ക് ബെർണോളീസ് ലോ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെനെവർ ദ ഫസ്റ്റ് ഫംഗ്ഷൻ യു ഈസ് എ പോളിനോമിയൽ. ഇവിടെ നമുക്ക് ഇത് പോളിനോമിയലാണ്. സോ ദിസ് ഇസ് യു ആൻഡ് ദിസ് ഇസ് വി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി എൻ നമുക്ക് ബി എൻ എഴുതണ്ട, മറ്റേത് എഴുതാം. ദറ്റ് ഈസ് 2k ബൈ എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എ ഇൻറ്റു എക്സ് ഡി എക്സ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ യു ഇതാണ്. 2k ബൈ എ ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ 2k ബൈ എ കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ വയ്ക്കുകയാണ്. ax by x square, ax ഫസ്റ്റ് ടേം ഇസ് ax മൈനസ് എക്സ് സ്ക്വയർ. ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ വയ്ക്കും. യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എൻ പൈ
ബൈ എ ഇൻറ്റു എക്സ്. സൈൻ എൻ പൈ ബൈ എക്സ് എ ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ്റെ ഇൻ്റഗ്രൽ ഈസ് മൈനസ് കോസ് എൻ പൈ ബൈ എ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എ അല്ലേ? ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എ മൈനസ് എ എക്സ് മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. എക്സ് മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എ മൈനസ് 2x ഇൻറ്റു, ഇനി മൈനസ് കോസിൻ്റെ ഇൻ്റഗ്രൽ, നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രലാണ് ഇനി എടുത്തെടുത്തുകൊണ്ട് പോകണം. ഇത് ഇവിടുത്തെ ഡെറിവേറ്റീവ് എടുക്കും, ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കും. ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. മൈനസ് എടുക്കുമ്പോൾ കോസ് എൻ പൈ ബൈ എ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇൻ്റഗ്രൽ എന്താണ്? ഇവിടെയുള്ള എൻ പൈ ബൈ എ കോൺസ്റ്റൻറ്റ് ഞാൻ ഇവിടെ തന്നെ എടുത്തു വയ്ക്കുകയാണ്. കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ ആണ്. സോ സൈൻ എൻ പൈ ബൈ എ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എ. ഞാൻ ഈ എൻ പൈ ബൈ എ ഓൾറെഡി ഇവിടെ എടുത്തു വച്ചേക്കുന്നതാണ് കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന ഈ എൻ പൈ ബൈ എ ആണ് പുറത്ത് ഞാൻ എടുത്തു വച്ചേക്കുന്നത്. കാരണം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു എൻ പൈ ബൈ എ വരും, അതുകൊണ്ട്. ഇനി അടുത്തത് എന്ത് ചെയ്യണം? ഇനി നമുക്ക് എ മൈനസ് 2x ഡെറിവേറ്റീവ്, എ മൈനസ് 2x ഡെറിവേറ്റീവ് എന്തായിരിക്കും? മൈനസ് 2x ആണ് അല്ലേ? സോ മൈനസ് 2. സോ മൈനസ് 2 ബൈ ഇവിടുത്തെ ഈ രണ്ട് കോൺസ്റ്റൻസുകൾ ഞാൻ വീണ്ടും എഴുതാണ്. എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എ. ഇനി ഇവിടുത്തെ ഒരു മൈനസ് സൈൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് കോസ് വരും. സോ കോസ് എൻ പൈ ബൈ എ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എ. പിന്നെ നമുക്ക് വേറെ ടേംസുകളൊന്നുമില്ല. ഇനി മൈനസ് 2ൻ്റെ ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആവും. സോ ഇവിടം വെച്ച് നമ്മൾ നിർത്തുകയാണ്. ആൻഡ് വി ഹാവ് ദ ലിമിറ്റ് ഫ്രം 0 ടു എ ആണ് അല്ലേ? സോ ഇനി നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യണം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. 2k ബൈ എ ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എ ആണ്. സോ എ കൊടുക്കുമ്പോൾ എ എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരും. സോ 0 വരും. സോ 0 മൈനസ്, ഇനി അടുത്തത് എ മൈനസ് 2x ആണ്. എ മൈനസ് 2x നമ്മൾ എ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എ മൈനസ് 2x എന്ന് പറയുന്നത് ഈ നെഗറ്റീവും ഞാനൊന്ന് പോസിറ്റീവ് ആക്കി എഴുതാണ്. സോ പോസിറ്റീവ് എ മൈനസ് 2x എന്ന് പറയുന്നത് എ മൈനസ് 2a വരും അല്ലേ? എ മൈനസ് 2x എന്ന് പറയുന്നത് എ മൈനസ് 2a വരും. സോ എ മൈനസ് 2a എന്ന് പറയുന്നത് എന്താണ്? മൈനസ് എ ആണ് അല്ലേ? സോ ദിസ് വിൽ ബിക്കം മൈനസ് എ by n pi by a into n pi by a, that is n square pi square by a square into sin n pi by a into a plus, ഇനി അടുത്ത ഇവിടെ എന്ത് വരും? എ കൊടുത്തു കഴിയുമ്പോൾ മൈനസ് 2 ബൈ എൻ ക്യൂബ് പൈ ക്യൂബ് ബൈ എ ക്യൂബ് ഇൻറ്റു പൈ ക്യൂബും എൻ ക്യൂബൊക്കെ വന്നത് ഇതുകൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കോസ് എൻ പൈ ബൈ എ ഇൻറ്റു എ. സോ അപ്പർ ലിമിറ്റ് നമ്മൾ കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് എന്താണ്? ലോവർ ലിമിറ്റാണ് അല്ലേ? ലോവർ ലിമിറ്റ് 0 ആണ്. സോ 0 കൊടുക്കുമ്പോൾ എ എക്സ് മൈനസ് എക്സ് സ്ക്വയർ 0 വരും. സോ ദിസ് ടേം വിൽ ബി 0. ഇനി ഇവിടെ നമുക്ക് സൈൻ എൻ പൈ ബൈ എ ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ സൈൻ 0 വരും. സോ ഈ ഹോൾ ടേം 0 ആയിട്ട് മാറും. സോ മൈനസ് 0 മൈനസ് 0 ഓർ പ്ലസ് 0 പ്ലസ്, ഇനി എ കോസ് 0 എന്ന് പറയുന്ന 1 വരും. ഇവിടെ കോസ് 0 എന്ന് പറയുന്നതിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ കോസ് 0 1 വരും. സോ കോസ് 0 1 വരുമ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കോൺസ്റ്റൻറ്റ് ഏതാണ്? മൈനസ് 2 ബൈ എൻ ക്യൂബ് പൈ ക്യൂബ് ബൈ എ ക്യൂബ്, ഇതായിരിക്കും നമുക്ക് വരും. ഓക്കെ. സോ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കോൺസ്റ്റൻസ് ആണ്. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട്, അതായത് എ സ്ക്വയർ എന്ന് പറയുന്ന മുകളിലേക്ക് പോകുമ്പോൾ എ ക്യൂബ് ആവും അല്ലേ? സോ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഈ എ ക്യൂബ് ഇതെല്ലാം കൂടെ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ ചെറുതായിട്ട് മാറും. സോ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ് എൻ പൈ ബൈ എ ഇൻറ്റു എ എന്നൊക്കെ ഉള്ളതൊക്കെ എൻ പൈ ആയിട്ട് മാറും. സോ ഇതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ട് കിട്ടും. ബട്ട് കോസ് എൻ പൈ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം കോസ് എൻ പൈ എന്ന് പറയുന്നത് കോസ് എൻ പൈ ഈക്വൽ ടു എൻ പൈ ഈക്വൽ ടു -1 റേസ് ടു എൻ ആണ് അല്ലേ? കോസ് എൻ പൈ എന്ന് പറയുന്നത് -1 റേസ് ടു എൻ ആണ്. സോ ഇക്വേഷൻ എന്തായിട്ട് മാറും? 2k ബൈ എ ഇൻറ്റു ഇവിടെ നമുക്ക് 2a ക്യൂബ് ബൈ എൻ ക്യൂബ് പൈ ക്യൂബ് ഉണ്ട്. സോ 2a ക്യൂബ് ബൈ എൻ ക്യൂബ് പൈ ക്യൂബ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2a ക്യൂബ് ബൈ എൻ ക്യൂബ് പൈ ക്യൂബ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? മൈനസ് ഓഫ് കോസ് എൻ പൈ ബൈ എൻ. ഇവിടുത്തെ 1 ടേം 1 മൈനസ് -1 റേസ് ടു എൻ എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും.
ഓക്കെ, നമുക്ക് ഈ ടേം 2a³ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 1 ഉണ്ടാവുന്നു. ഇവിടെ 2a³ പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് കോസ് n പൈ ഉണ്ടാവുന്നു. മൈനസ് കോസ് n പൈ എന്ന് പറയുന്നത് -1/n ആണ്. ഇവിടെ എന്ത് ചെയ്താൽ നമുക്ക് a³ നിന്ന് ഒരു a ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? 4ka² by n³ ഇൻറ്റു 1 -1/n എന്ന് പറഞ്ഞ് നമുക്ക് കോൺസ്റ്റൻറ്റ് കിട്ടി. സോ ഇതാണ് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. സോ വാട്ട് വിൽ ബി ദ വാല്യൂ? ഇവിടെ നമുക്ക് പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ bn ഇൻറ്റു cn π/a ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് bn എന്ന് പറയുന്ന ടേം മാത്രമേ അറിയാത്തതുള്ളൂ. c നമുക്കറിയാം, വേവ് ഇക്വേഷൻ കോൺസ്റ്റൻ്റ് ആണ്. n എന്ന് പറയുന്ന 1 2 3 4 ആണ്. പൈ കോൺസ്റ്റൻ്റ് ആണ്. എയും നമുക്കറിയാം. സോ ഇതിനെ എന്താക്കി എഴുതാം? നമുക്ക് bn ഈക്വൽ ടു എന്ന് പറഞ്ഞ രീതിയിൽ എഴുതുമ്പോൾ bn ഈക്വൽ ടു ഈ cn π/a ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ 4ka ഡിനോമിനേറ്ററിലുള്ളത് ഇവിടെ ന്യൂമറേറ്ററിൽ വരും. സോ a² ഇവിടെ ഉണ്ടായിരുന്ന a² എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? a³ ഡിവൈഡഡ് ബൈ ഇവിടെ n³ ആയിരുന്നു, ഇവിടുത്തെ ഒരു n കൂടെ വരുമ്പോൾ n⁴ π⁴ എക്സ്ട്രാ ഒരു ടേം എന്ന് പറയുന്നത് c ആയിട്ട് വരും ഇൻറ്റു 1 -1/n. So this is the value for bn and the equation നമ്മളിത് തുടങ്ങിയത്, നമ്മുടെ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ തുടങ്ങിയത് u of xt എന്ന് പറയുന്ന രീതിയിലായിരുന്നു. u of xt-യിൽ bnൻ്റെ വാല്യൂ ആണ് നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. bnൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n ഈക്വൽ ടു 1 to infinity bn എന്ന് പറയുന്നത് എന്താണ്? 4ka³ ഡിവൈഡഡ് ബൈ c ഇൻറ്റു n⁴ π⁴ ഇൻറ്റു 1 -1/n ഇൻറ്റു എന്ത് വരും? സൈൻ്റെ വാല്യൂ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അല്ലേ? bn sin cn π/a ഇൻറ്റു t ഇൻറ്റു ഇത്രയും ടേം ഇൻറ്റു sin n π/x sin n π/a ഇൻറ്റു x ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അല്ലേ? സോ ഇത് ഇൻറ്റു sin n π/a ഇൻറ്റു എക്സ്. സോ ഇതായിരിക്കും ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ഒരു ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് എല്ലാ കോൺസ്റ്റൻസുകൾ കണ്ടുപിടിച്ച് ചിലതൊക്കെ 0 ആക്കി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാനാണ്. പക്ഷേ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ സംഭവം. ഒരേ പ്രോസസ്സ് തന്നെയാണ് നമുക്കെല്ലാം. നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസുകൾ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആദ്യം തന്നെ സൊല്യൂഷൻ എഴുതി വയ്ക്കുക. എന്നിട്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ഓരോ വാല്യൂസുകൾ വേരിയബിൾസ് എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തുക. ഇത്രയും മാത്രമേ പ്രോസസ്സുള്ളൂ. പക്ഷേ ഒരു ലെങ്തി പ്രോസസ്സാണ്. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് വേവ് ഇക്വേഷൻ്റെ പ്രോബ്ലംസുകൾ. സോ വീണ്ടും അത് കണ്ട് വീണ്ടും ഒന്ന് എഴുതി നോക്കി ചെയ്യുക. എല്ലാം സെയിം പ്രോസസ്സ് ആയത് കാരണം കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എങ്കിലും സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് എഴുതി വയ്ക്കാൻ നോക്കുക. ഓക്കെ, ഇതുപോലെ ഓരോരോ വേരിയബിൾസുകൾ കണ്ടുപിടിച്ച് ഫൈനൽ ആൻസർ എഴുതി വയ്ക്കുക. വേവ് ഇക്വേഷൻ്റെ കുറച്ചുകൂടി പ്രോബ്ലംസുകൾ അടുത്ത വീഡിയോസിൽ ഇന്ന് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.